2027 ഏകദിന ലോകകപ്പ് ലക്ഷ്യമിട്ട് പുതിയ ക്യാപ്റ്റൻ എന്ന പദ്ധതിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനുള്ളത്. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ഇക്കാര്യം ചർച്ച ചെയ്യുകയും രോഹിത് ശർമ്മയെ വിവരം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് കിരീടം നേടിയാൽ താൽക്കാലത്തേക്കെങ്കിലും രോഹിത് ശർമ്മയെ നായകനായി നിലനിർത്താൻ സമ്മർദ്ദമുണ്ടാവും. തോൽവിയാണെങ്കിൽ രോഹിത്തിന്റെ ടീമിലെ സ്ഥാനം പോലും അപകടത്തിലാവും. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമുള്ള രോഹിത്തിന്റെ നിലപാടിന് BCCI കാത്തിരിക്കുന്നുണ്ട്. 2019 ലോകകപ്പിന് 2 വർഷം മുമ്പാണ് MS ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതും വിരാട് കോഹ്ലി ആ സ്ഥാനത്തേക്ക് എത്തിയതും. 2021 കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതും ഇതേ രീതിയിലാണ്. 2023 ലോകകപ്പ് ലക്ഷ്യമിട്ടാണ് രോഹിത്തിനെ കോഹ്ലിയുടെ പിൻഗാമിയായി കൊണ്ടുവന്നതും. ഇത്തരമൊരു രീതി തുടരാനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ താൽപര്യം. എന്നാൽ T20 ലോകകപ്പ് നേടിയതും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തിയതും രോഹിത്തിന്റെ നായക മികവിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. 2020 ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച രോഹിത്തിന് ടെസ്റ്റ് ടീമിൽ ഇനി അവസരം ലഭിക്കാനും സാധ്യതയില്ല. 37-കാരനായ താരം ഏകദിന ടീമിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഞായറാഴ്ചയാണ് ഇന്ത്യയും കിവീസും കിരീടത്തിനായി ഏറ്റുമുട്ടുന്നത്. ടൂർണമെന്റിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ലോകം.